പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ശുശ്രൂഷകൾക്ക് കുറേ നാളുകളായി അച്ഛന് തടസ്സം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സഹായം, ദൈവം ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഇന്ന് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി വചന ശുശ്രൂഷ ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ 2026 പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ദൈവകൃപ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ, അവരെ പരീക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുക്കാൻ ഈ ഒരു എപ്പിസോഡ് എടുക്കാൻ ദൈവം പ്രത്യേക സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാ കുട്ടികളെയും വിളിച്ചു കൊട്ടുക, മുഴുവൻ കുട്ടികളെയും വിദ്യാർത്ഥിനികളെയും പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെല്ലാം വിളിച്ചു കൊട്ടുക. ഈ ഒരു എപ്പിസോഡിൽ വിദ്യാർത്ഥികളുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് പ്രധാനമായും പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. കടബാധ്യതയും അതുപോലെ തന്നെ രോഗങ്ങളും മനപ്രയാസങ്ങളും വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും അന്ധകാരപീഠകളും ആ കുടുംബങ്ങളെയും ഇന്ന് പ്രത്യേകം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം തിരുലിഖിതങ്ങളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് എത്ര ഉത്തമം. ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ രക്ഷ, കർത്താവിൻ്റെ ഇടപെടൽ, കർത്താവിൻ്റെ ഒരു അത്ഭുതം, കർത്താവിൻ്റെ ഒരു വഴി നടത്തൽ ആഗ്രഹിക്കണം മക്കളെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അതിനുവേണ്ടി ശാന്തമായി നമ്മൾ കാത്തിരിക്കണം. അത് എത്ര ഉത്തമം എന്ന് തിരുലിഖിതങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അത് ഉത്തമം. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, അനേകം കുടുംബങ്ങൾ അവരുടെ പ്രതിസന്ധിയിൽ അവർ അഭിഷേകാഗ്നിയിൽ കുട്ടികളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ മക്കളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. ടെലിവിഷനിലൂടെയുള്ള അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ മക്കളെ പങ്കെടുപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ തടസ്സങ്ങൾ മാറ്റുന്നതായി അനേകം കുടുംബങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയെന്നുള്ളൊരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിക്കാം. സ്കൂളിൽ ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ടീച്ചർമാർ ഇവനെ പരീക്ഷ എഴുതിക്കണമെന്ന് പറഞ്ഞൊരു കുടുംബമാണ്. അവരെന്താ ചെയ്തത്? അവരിങ്ങനെ അഭിഷേകാഗ്നി പ്രാർത്ഥനയെ പങ്കെടുപ്പിച്ചു. അവർ പ്രാർത്ഥനകളിൽ വന്ന് കൂടി. ദൈവം അങ്ങനെ ഇടപെട്ടു. എൻ്റെ പേര് അജിത. ഞാൻ സെൻറ്റ് ജോർജ് യാക്കോബ് ചർച്ച് ഇടവകയാണ്. യാക്കോബായ ഇടവകമാണ് അജിത. ആരക്കുന്നാണ് വീട്.
ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ മോന് വേണ്ടി ആണ് ഞാനിത് പറയുന്നത്. മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വരെ ആണെങ്കിലും അവൻ പഠിക്കാൻ വളരെ പുറകോട്ടായിരുന്നു. 10ാം ക്ലാസ്സിലായപ്പോൾ പരീക്ഷയുടെ സമയമായപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചു, മോനെ പരീക്ഷയ്ക്ക് ഇരുത്തണോ, പരീക്ഷയ്ക്ക് ഇരുത്തിയാൽ അവൻ തോറ്റു പോകത്തേ ഉള്ളൂ, ഇപ്പോൾ സ്കൂളിന് മോശക്കേടാണ്, 100% വിജയം കിട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു സാരിയില്ല, ഇത്രയും നാളും കൊച്ചു പഠിച്ചല്ലോ, ഒരാളെ മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് മോനുണ്ടാവുമല്ലോ, ദൈവമല്ലേ ഉള്ളത്, ദൈവം എല്ലാ കാര്യവും നോക്കിക്കോളൂ, എനിക്ക് വിശ്വാസം എൻ്റെ കൊച്ചു ജയിക്കും, പരീക്ഷയ്ക്ക് ഇരുത്തണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, ഇതുപോലെ സ്കൂളിൽ വിളിപ്പിച്ചു, ഇതുപോലെ തന്നെ പറഞ്ഞു. എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞു, ഈ കൊച്ചിനും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ, ഇവൻ ജയിക്കത്തില്ല, പരീക്ഷയ്ക്ക് ഇരുത്തിയ അടുത്ത വർഷം ഇരുത്താം, നമുക്ക് പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ചേട്ടായി പറഞ്ഞു അങ്ങനെ വേണ്ട, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ദൈവമല്ലോ ഉള്ളത്, എനിക്കാവുന്നതോടും വരെ എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തും, ബാക്കി ദൈവം നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും ഒരു പരീക്ഷയ്ക്ക് ഇരുത്തി. ആ കുഞ്ഞ് SLC റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിലും ജയിച്ച് പാസ്സായി. ആ സ്കൂളിൽ 100% വിജയവും കിട്ടി. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു. അതിനെന്താ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ 2014-15 അച്ഛൻ്റെ അഭിഷേകി ധ്യാനം ഇവിടെ പിറവത്ത് രാജാക്കളുടെ പള്ളിയിലുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് ഇങ്ങനെ വലിയ പ്രതിസന്ധിയുള്ള സമയത്താണ് അഭിഷേകാഗ്നി കൺവെൻഷൻ പിറവത്ത് വന്നത്. കുടുംബസമേതം കൂടിയിട്ടുണ്ടായിരുന്നു. കുട്ടീനെ കൊണ്ടുവന്നോ? എല്ലാരും കുടുംബസമേതം കുട്ടീനെ ഉൾപ്പെടെ കൊണ്ടുപോയി ഇവര് ഈ ഒരു കാര്യം പറഞ്ഞ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് വചനം കേട്ട്. അന്നോട്ട് അഭിഷേകത്തിന് കൂടി പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഞങ്ങള്. അന്ന് തൊട്ട് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ഷാലോം ചാനലിലുള്ള അഭിഷേകാഗ്നി കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വീട്ടിലിരുന്ന്. അങ്ങനെ കൊച്ചു 10ാം ക്ലാസ്സിലായപ്പോൾ ഈ പ്രശ്നം വന്ന് ഞങ്ങളിത് ചർച്ച ചെയ്തപ്പോൾ എൻ്റെ കൊച്ച് അഭിഷേകത്തിന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ പറഞ്ഞ്, അമ്മേ നമുക്ക് അട്ടപ്പാടിക്ക് പോകാം, അച്ഛൻ്റെ അടുത്ത് പോയി അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു. കുട്ടി എന്ന് പറയാണ്, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഒരു വിശുദ്ധം കൊടുത്തു. ഇതാണ് വിശുദ്ധം. ബുദ്ധി മറിഞ്ഞു പോയവർക്ക് നല്ല ബുദ്ധി കൊടുക്കും. വിശുദ്ധം കിട്ടി. അപ്പോൾ പറഞ്ഞു, നമുക്ക് അമ്മയെ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നമുക്കൊരു കാര്യം, അട്ടപ്പാടി പോയി നമുക്ക് പ്രാർത്ഥന സ്വീകരിക്കണം, വചനം കേൾക്കണം, എന്നിട്ട് നമുക്ക് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണം. മോളും പറഞ്ഞ അമ്മ നമുക്ക് പിന്നെ വേണ്ടി പോകാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ ഇത് അട്ടപ്പാടിക്ക് അന്നൊക്കെ എങ്ങനെ വരും പോകുന്നൊന്നും അറിയില്ല, വണ്ടി സൗകര്യം ഇല്ല. അങ്ങനെ ബുദ്ധിമുട്ടി ഇരുന്നപ്പോൾ പലരോട് പ്രാർത്ഥിച്ചും പലരോടും പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂട്ടുകാരി, ഞങ്ങൾ ആരക്കുന്നാണ്, പാലായിന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്, ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോൺ നമ്പർ മേടിച്ച് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു. അങ്ങനെ ബുക്ക് ചെയ്ത് പിറവത്തുനിന്ന് ഞങ്ങൾ മൂവാറ്റുപുഴ വരെ ബസ്സിന് വന്നിട്ട് 11:30 ആയ വണ്ടി അവിടെ വന്നപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് ആ വണ്ടിയിൽ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അട്ടപ്പാടിയിൽ വരുന്നത്. എന്നിട്ട് അട്ടപ്പാടി വന്ന് കൂടി. അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 പ്രാവശ്യം കൂടെയൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചുങ്ങളെയും കൊണ്ട് അവർ മോൻ +2 പഠിച്ച സമയത്തും ഒക്കെ ഞങ്ങൾ വന്നു. മോളും +2 പഠിച്ച സമയത്ത് മോക്ക് +2 സമയമായിരുന്നു. അപ്പോൾ അവളും പ്രാർത്ഥിച്ച് അവൾക്ക് CMC വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ അവൾ അവിടെ ബോണ്ട് ചെയ്യുന്നു. മോന് പിന്നെ അതിന് ശേഷം പഠനത്തിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവനും +2 പാസ്സായി, 10ാം ക്ലാസ്സും പാസ്സായി, +2 നന്നായി പഠിച്ചു, +2 പാസ്സായി, ഡിപ്ലോമ മെക്കാനിക് എഞ്ചിനീയർ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. നോക്കി, അവിടുന്ന് അങ്ങോട്ട് ഉയർച്ച മാത്രം. അതുകൂടാതെ ഒരു ദിവസം പോലും എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ അടുത്തൊരു കമ്പനിയുണ്ട്, ഒരു ലിമിറ്റഡ് കമ്പനിയാണ്. അവിടെ ഇന്റർവ്യൂവിന് പോയി. അന്ന് പിറ്റേ ദിവസം തൊട്ട് അവിടെ ജോലിക്കും പോകുന്നുണ്ട്. എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ജോലിയും കിട്ടി. ട്രെയിനിയായിട്ട് കയറി സർട്ടിഫിക്കറ്റ്, അവന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതെല്ലാം. അവൻ പഠിച്ച് ജയിച്ചതിന്റെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ആയിട്ടാണ് ഇന്ന് വന്ന് ഈ അമ്മ കുടുംബത്തിൽ കർത്താവ് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് ഈ കുട്ടിയുടെ സ്ഥിതി കണ്ടിട്ട് ടീച്ചർമാർ പറഞ്ഞത് സത്യം തന്നെയാണ്. ടീച്ചർമാർ പറഞ്ഞു, ഈ കുട്ടീനെ എന്ത് ചെയ്യാനാ, ഇതിന് പരീക്ഷ ഒന്നും എഴുതിക്കാൻ. ഹസ്ബൻഡ് കുടുംബമായിട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് അവർ ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്താൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി കുടുംബമായിട്ട് ഇന്ന് കുറവലങ്ങാട് ധ്യാന കേന്ദ്രത്തിൽ അവരെത്തിച്ചേർന്നിരിക്കുക. അവരുടെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ പറഞ്ഞു, ദൈവമല്ലേ ഉള്ളത്, ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കും, ദൈവം വഴി നടത്തും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ പല പ്രതിസന്ധികളും തടസ്സങ്ങളും വരും. പലതരത്തിൽ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. വിശ്വാസം പറയണം, ഏറ്റുപറയണം, വിശ്വാസം ഏറ്റുപറയണം. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 57-ാമത്തെ തിരുലിഖിതം, വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 57-ാം തിരുലിഖിതം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു.
എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ഞെരുക്കം വരുമ്പോൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണമെന്നാണ് ഇവരുടെ അനുഭവത്തിലൂടെ ഇവർ ഇന്ന് നമ്മളോടും ലോകത്തോടുമായിട്ട് പറയുന്നത്. കുഞ്ഞിന് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. നമ്മൾ പ്രാർത്ഥനയിൽ അടിയുറച്ച് നമ്മൾ ഉറച്ചു നിൽക്കണം. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കണം. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന വാങ്ങിച്ചു കൊടുക്കണം. ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാർ അവരുടെ കുട്ടികൾക്ക് പ്രാർത്ഥന വാങ്ങിക്കാൻ വേണ്ടി ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ കൂടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും കുട്ടികൾ വരാണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ചു വരുത്തുക. ചില കുട്ടികൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കുകയില്ല. അവർ പ്രാർത്ഥനയ്ക്ക് ഒരു താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും. കഠിന ബന്ധനത്തിൽ കിടക്കുന്ന കുട്ടികളുണ്ടാവും. ബുദ്ധി മറിഞ്ഞു പോയ അവസ്ഥയുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ എങ്കിലും നിങ്ങൾ അല്പം നിർബന്ധിച്ച് അല്പം ഒരു പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്ത് അവരെ നിങ്ങളുടെ അടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് ഇരുത്തുക. ഞാൻ ഓർക്കുന്നുണ്ട്, ചെത്തിപ്പുഴയിൽ ഒരു കുടുംബം ഒരു കുട്ടിക്ക് ഒരു ഓഫറൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് ധ്യാനം കൂടിയ ശേഷം ദൈവം ഇടപെട്ട സംഭവം അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സിനി. ഞാൻ വന്നത് തിരുവല്ലയിൽ നിന്നാണ്. രണ്ട് സാക്ഷിയാണ്. ഒന്ന് എൻ്റെ ആങ്ങളയുടെ മോന് വേണ്ടിയിട്ടാണ്. അവൻ്റെ പേര് ആൽഡിൻ എന്നാണ്. അവനെ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ പതിയെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത്ര വലിയ കാര്യമായിട്ടൊന്നും ആരും പരിഗണിച്ചില്ല. ഒരു വിധത്തിൽ 10ാം ക്ലാസ് പാസ്സായി +2 ചേർന്നു. +2 ആയപ്പോഴത്തേക്കും അവൻ സ്കൂളിലാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ബാഗ് എടുത്ത് പോകും. എവിടെയൊക്കെയോ ഇരുന്ന് തിരിച്ചു വരും. വലിയ പ്രശ്നമൊക്കെ ആയി. എങ്ങനെയൊക്കെയോ. പക്ഷെ പരീക്ഷയൊന്നും എഴുതിയില്ല. നല്ല മിടുക്കനായിരുന്നു. CBSE പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ബുദ്ധി മറിഞ്ഞു പോയി. അപ്പം എന്ത് ചെയ്യില്ല. എന്നിട്ട് ഇവൻ സ്ലോലി വീടിനകത്ത് കഥ അടച്ച് മുറിക്കകത്ത് തന്നെയായി. ഇതിനിടെ ഒരു കാര്യം നോട്ട് ചെയ്തു. പൈസയൊക്കെ അവിടുന്ന് വിടുന്നൊക്കെ കാണാതൊക്കെ പോകുന്നു. വീട്ടിൽ എൻ്റെ ഫാദർ എന്തെങ്കിലും അത്യാവശ്യം വന്നാലെന്നൊക്കെ പറഞ്ഞു വെച്ചത് പൈസ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് പിടികിട്ടിയില്ല. എന്തോ ഗെയിമോ എന്തോ ആയിരുന്നിരിക്കണം. ആരെയും കാണാൻ വെളിയിൽ വരത്തില്ല. ഭക്ഷണം 3-4 ദിവസത്തേക്കൊന്നും ഭക്ഷണം കഴിക്കത്തില്ല. ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചു. ഞാൻ അഭിഷേകാഗ്നി കൺവെൻഷന് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ആ സമയത്ത് 2018 തോന്നുന്നു ചെത്തിപ്പുഴ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ്റെ കൺവെൻഷൻ വരുന്നു. 2018 ചെത്തിപ്പുഴ അഭിഷേകാഗ്നിയിൽ എന്ത് ചെയ്തു, ഇവരും അങ്ങ് വന്നു. അപ്പം അവനോട് ഞാൻ പറഞ്ഞു, ആരും പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. മുറി തുറക്കത്തുമില്ല, വെളിയിൽ ഇറങ്ങത്തില്ല. അപ്പം ഞാൻ എന്നോട് കാര്യമാണ്. ഞാൻ പറഞ്ഞു, എടാ മട്ടായിലച്ചൻ വരുന്നുണ്ട്, നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ ഒന്നും ഇരുന്ന് കേട്ടാൽ മതി, ഞാൻ വരത്തില്ലെന്നും പറഞ്ഞ് ഭയങ്കര എതിർത്തു. പക്ഷേ അപ്പം എനിക്ക് തോന്നി ഇവൻ വീഴുന്ന ഒരു കാര്യമേ ഉള്ളൂ, പൈസ. അപ്പം ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ കൺവെൻഷന് വരുവാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാമെന്ന്. എത്ര രൂപ തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം 1000 രൂപ തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം 1000 രൂപ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അമ്മ കുട്ടീനെ നല്ല. ഓക്കെ. ആദ്യത്തെ ദിവസം ഇവൻ വന്നില്ല. 2ാമത്തെ ദിവസം വന്നു. 3ാമത്തെ ദിവസവും വന്നു. ഞാൻ 2000 രൂപയും കൊടുത്തു. അപ്പം 2ാമത്തെ ദിവസം അച്ഛൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ കൈവച്ച് പോയപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അത്രയും പറഞ്ഞു. അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെട്ടെന്ന് ഒരു റിസൾട്ട് പിറ്റേ ദിവസം അങ്ങനെയൊന്നും കണ്ടില്ല. എങ്കിലും അവന് ശാന്തനാകാൻ തുടങ്ങി പതുക്കെ. മറ്റേ അവന് പൈസയൊക്കെ കിട്ടിയില്ല, കിടന്ന് ബഹളം വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതെല്ലാം ശാന്തനായി. പതുക്കെ അവനെ വെളിയിലൊക്കെ ഇറങ്ങി, ഒരു പുതിയ മെഷീനെ പോലെ വെളിയിലൊക്കെ ഇറങ്ങി വന്ന എല്ലാ കാര്യവും എല്ലാം ഉണ്ട് അമ്മായി എന്നൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കുകയും എല്ലാവരോടും മിണ്ടുകയൊക്കെ ചെയ്തു. അപ്പം ഇച്ചിരി കഴിഞ്ഞപ്പം അവന് തന്നെ തോന്നി +2 ഒന്ന് എഴുതിയെടുത്ത് ജയിക്കണം. സ്വയം തോന്നി +2 എഴുതി ജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ ജോലിക്ക് ചെറിയ കാര്യങ്ങളിലൊക്കെ വീട്ടിൽ അമ്മയെ സഹായിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമായി. അപ്പോൾ അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി കയറി. അതും ക്യാഷിലാണ് കയറിയത്. അപ്പം ഞങ്ങൾക്കുണ്ടായ ദൈവമേ ഇനി എങ്ങനെ ആകുമെന്ന്. അപ്പം പക്ഷേ ദൈവത്തിന് സ്തോത്രം, 6 മാസം അവിടെ ജോലി ചെയ്ത് അവനെ നന്നായിട്ട് ചെയ്തു. എൻ്റെ പാപ്പൻ്റെ മോൻ അവനൊരു വിസിറ്റ് വിസ എടുത്ത് അബുദാബി കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു കമ്പനി ജോലിയായി. ഇപ്പം 2 വർഷമായി. നോർമലായിട്ട് ഒരു കുഴപ്പമില്ല, ജോലി ചെയ്ത് പോകുന്നു. ജോലി ചെയ്ത് നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും അയ്യോ ഇതിങ്ങനെ സംഭവിച്ചു. അപ്പം ഞാൻ സങ്കീർത്തനം 118:23 ഓർത്ത്, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ജീവിതത്തിൽ ആ കുഞ്ഞിനോടനുബന്ധിച്ചുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയിൽ അവർ കർത്താവിൻ്റെ സഹായം, കർത്താവ് ഇടപെടാൻ വേണ്ടി അവർ കാത്തിരുന്നു. കർത്താവ് ഇടപെടാൻ വേണ്ടി ആ കുഞ്ഞിനെ കൊണ്ട് അവർ എളുപ്പത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം കൊടുത്തത്, വചനം പ്രഘോഷിക്കുന്ന സ്ഥലത്തേക്ക് കുട്ടിയെ കൊണ്ടുവരിക. ആ കുട്ടിയുടെ മേൽ ഒരു തലയിൽ കൈകൾ വെച്ചിട്ട് ആശീർവാദം, ഒരു ബ്ലെസ്സിങ്, ആ കുട്ടിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന വാങ്ങി കൊടുക്കുക. അതിനുവേണ്ടി ഈ കുടുംബത്തെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചു. ആ കുട്ടിയെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിൽ പ്രകടമായ വിധം വ്യത്യാസമുണ്ടായി. ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. മാതാപിതാക്കന്മാർ എഴുന്നേറ്റേക്കണം. എല്ലാവരും എഴുന്നേക്കാൻ പറ്റാത്ത രോഗികൾ അവർ കിടക്കയിൽ തന്നെ കിടന്നോ. രോഗികളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കന്മാർ കുട്ടികളെ അടുപ്പിച്ച് നിർത്തുക. വലിയൊരു കൃപയുടെ മഹോത്സവം
കൃപയുടെ വലിയൊരു ഉത്സവം കുടുംബങ്ങളിലേക്ക് തുറക്കപ്പെടാൻ പോവുകയാണ്. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നീർച്ചാൽ കർത്താവ് തുറക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം അത്ഭുതങ്ങളുടെ സമയമായി മാറണം. ദൈവത്തിൻ്റെ വചനം വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ചോദിക്കുന്നു, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ നിറമാറ്റം വന്നു? സ്വർണം ദൈവത്തിൻ്റെ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെയും പൊന്നിൻ്റെയും വിലയുള്ളവർ, ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ നിറമാറ്റം വന്നു? ദൈവത്തിൻ്റെ ആത്മാവിനെ നിർവീര്യമാക്കി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മല്ലടിച്ചു. ഡു നോട്ട് റെസിസ്റ്റ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കുടുംബം കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറഞ്ഞുവെന്ന് അവർക്ക് മനസ്സിലായി. ആ കുട്ടി പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് അകന്നു പോയെന്ന് മനസ്സിലായി. ആ കുട്ടിയെ വീണ്ടും പരിശുദ്ധാത്മാവിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു. അവർ കൈവപ്പ് പ്രാർത്ഥന വാങ്ങിച്ചു കൊടുത്തു. ഒരു പ്രാർത്ഥന കുട്ടിയുടെ മേൽ വന്നു. അന്ധകാര അരൂപികൾ വിട്ടുപോയി. ഡെലിവറൻസ് സംഭവിച്ചു. പരിശുദ്ധാത്മാ അനോയിന്റിങ് വന്നു. സാവകാശം കുട്ടിയിൽ സ്വഭാവങ്ങൾ മാറി. കുട്ടി തെളിഞ്ഞു വന്നു. കുടുംബത്തിന് അനുഗ്രഹമായി മാറി. നാടിന് അനുഗ്രഹമായി മാറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, തനി തങ്കത്തിൻ്റെ ആ വിലയുള്ള ദൈവ പൈതലായി രൂപാന്തരപ്പെട്ടു. ഇന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കുട്ടികളെ, പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. പ്രാർത്ഥിക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നതിന് വിലയുണ്ട്. പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലേക്ക് വരുന്നതിന് വിലയുണ്ട്. വചനം കേൾക്കുന്നതിന് വിലയുണ്ട്. കൈകൾ ഉയർത്തുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. യേശുവേ, ആരാധന. യേശുവിനെ ആരാധിക്കുന്ന സമൂഹമാണിത്. ദൈവപുത്രനായ യേശുവിനെ ആരാധിക്കുന്ന സമൂഹമാണിത്. എന്റെയും നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉത്ഥാനം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന, വീണ്ടും ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാനായി വീണ്ടും വരാനിരിക്കുന്ന ലോകരക്ഷകനായ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഗ്ലോറി, ഗ്ലോറി. വലിയ സ്നേഹത്തോടെ കൈയടിച്ച് എന്റെ ഈശോയെ ഞാൻ ആരാധിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. രക്ഷകനായ യേശുവേ, കൃപ. ആരാധന, ആരാധന, ആരാധന. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ അനന്തമായ കൃപ, നീർച്ചാലുകൾ, കൃപയുടെ നീർച്ചാലുകൾ, അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഇപ്പോൾ ഒഴുകട്ടെ കർത്താവേ, ഇപ്പോൾ ഒഴുകട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ മാറട്ടെ. വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങൾ, അലസത, ക്ഷീണം, മടി, തളർച്ച, പഠിക്കാൻ താല്പര്യമില്ലായ്മ, ദൈവത്തോട് ഭക്തിയില്ലായ്മ, ചീത്ത കൂട്ടുകെട്ടുകൾ, അനുസരണക്കേട്, താന്തോന്യത്വം, ഭക്ഷണ സ്വഭാവം, മൂഢത, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അരൂപികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. എല്ലാ തിന്മയുടെ ആവാസങ്ങളെയും നസറേന യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവേ, അനൈക്യത്തിന്റെയും വിമത സ്വഭാവത്തിന്റെയും എതിർപ്പിന്റെയും കോപത്തിന്റെയും അഹങ്കാരത്തിന്റെയും അരൂപികളെ നസറായന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ, ആരാധന, ആരാധന, ആരാധന. ശിവേ, ആരാധന, ആരാധന. ദൈവവിശ്വാസത്തിന്റെ ആത്മാവ് നിറയട്ടെ. സ്നേഹത്തിന്റെ ആത്മാവ് നിറയട്ടെ. കഠിനാധ്വാനത്തിന്റെ ആത്മാവ് നിറയട്ടെ. ദൈവ സ്നേഹത്തിന്റെ ആത്മാവ് നിറയട്ടെ. വിശ്വാസത്തിന്റെ കൃപ നിറയട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് നിറയട്ടെ. സമാധാനത്തിന്റെ ആത്മാവ് നിറയട്ടെ. ദൈവ പ്രതീക്ഷയുടെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയുടെ അഭിഷേകം അത് നിറയട്ടെ.
വലിയ പ്രതീക്ഷയുണ്ടാകട്ടെ, പ്രകാശം നിറയട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദുർബല മനസ്സുകൾ ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗികളെ ആശീർവദിക്കുന്ന കർത്താവേ, ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികളായി കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പരീക്ഷയോട് ബന്ധമുള്ള ഭയങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ കഠിനമായി അധ്വാനിക്കാൻ കൃപ ലഭിക്കട്ടെ. അലസരുടെ കഠിനബന്ധനം വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ആമേൻ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അഭിഷേകാഗ്നി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാ കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് ഞെരുക്കമുള്ളവർ, രോഗമുള്ളവർ, സാമ്പത്തിക കടബാധ്യതയുള്ളവർ, തടസ്സമുള്ളവർ, എല്ലാവരെയും പ്രത്യേകം ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞ് അവിടത്തോട് ചോദിക്കണം. അവിടത്തോട് ചോദിച്ചാൽ എന്താ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വന്ന് അനുഗ്രഹിക്കും എന്ന് വാഗ്ദാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ അനേക വർഷങ്ങളായി, 2-2.5 പതിറ്റാണ്ടായി അച്ഛൻ വചന ശുശ്രൂഷകളിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുമ്പോൾ അച്ഛൻ കാണുന്നൊരു കാര്യം, വേദനയോടെ ഒരു കുടുംബം ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ വലിയ തരത്തിലുള്ള ഹൃദയഭാരത്തോടും കണ്ണുനീരോടും കൂടെ ഒരാത്മാവ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ ആ വ്യക്തിയുടെ കണ്ണുനീരിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന ഒരു കാഴ്ചയാണ് അച്ഛനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അച്ഛന് ഈ കാര്യത്തെക്കുറിച്ച് എല്ലാവരോടും അച്ഛൻ വലിയ ബോധ്യത്തോടു കൂടി പ്രബോധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു ഞെരുക്കം വരുമ്പോൾ തളർന്നിരിക്കരുത്, ഒരു ഞെരുക്കം വരുമ്പോൾ ദുർബലരായിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഹോസിയ 7:14 പറയുന്നതാണ്, അനേകം പേര് ദുരിതവും ഞെരുക്കവും വരുമ്പോൾ തങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി ഇരിക്കും. എന്നാൽ കർത്താവ് പറയുകയാണ്, ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. ഹൃദയം നൊന്ത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഒരു ഞെരുക്കത്തിൽ, ഒരു വേദനയിൽ ദൈവ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന കാര്യമാണിത്. ഹൃദയം നൊന്ത് നല്ല വിശ്വാസത്തോടെ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. അത് ഉത്തമമായ കാര്യമായിട്ടാണ് ദൈവവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വിശുദ്ധ ലിഖിതത്തിൽ ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായം, 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, സോളമൻ രാജാവ്, ആ രാജാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം, അതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. സോളമന് ദൈവത്തോട് ഒത്തിരി സ്നേഹമാണ്. അതുകൊണ്ട് സോളമൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ ജനക്കൂട്ടങ്ങളോട് കൂടെ വന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തെ ആരാധിക്കുന്നതിൽ അഭിമാനിക്കുന്ന ദാവീദിൻ്റെ മകനായിരുന്നു സോളമൻ. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന ദാവീദിൻ്റെ മകനായിരുന്നു സോളമൻ. സോളമനും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തെ ഒരു തവണ 1000 ദഹനബലികൾ അർപ്പിച്ച് ദൈവത്തെ അവൻ ആരാധിച്ച് മഹത്വപ്പെടുത്തി. ആ രാത്രി ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സോളമനോട് ചോദിക്കുകയാണ്, സോളമാ, ഞാൻ നിനക്ക് എന്ത് വരമാണ് നൽകേണ്ടത്? നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചു കൊള്ളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഹൃദയം നൊന്ത് നുറുങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് വരമാണ് നൽകേണ്ടത്? ചോദിച്ചു കൊള്ളുക.
ഇവൻ നിങ്ങൾ ചിലർ വിചാരിക്കും സോളമൻ അത്രമാത്രം ജ്ഞാനിയായിരുന്നു, സോളമൻ അത്രമാത്രം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, സോളമൻ അത്രമാത്രം വിശുദ്ധനായിരുന്നു, അതുകൊണ്ടായിരിക്കും ദൈവം പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെയല്ല. കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു, കണ്ണു കാണാത്ത കുരുടന്മാർ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. അവർ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രാ യേശുവേ, ഞങ്ങളിൽ കനിയണമേ. ഉടനെ യേശു അവിടെ നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഉടനെ അവർ പറഞ്ഞു, കാഴ്ച വേണം. ഇടം വരെ അവർക്ക് നോട്ടയില്ല, അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, അവരവരുടെ ആഗ്രഹത്തിൽ ക്ലിയറാണ്. അവർക്ക് ഒറ്റ ആവശ്യമുള്ളൂ, കാഴ്ച വേണം, ഞങ്ങൾക്ക് കാഴ്ച വേണം. ഉടനെ ഈശോ പറഞ്ഞു, കാഴ്ച ഉണ്ടാകട്ടെ. തൽക്ഷണം അവർക്ക് കാഴ്ച ഉണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം മഹാവലി വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഈ സോളമനോട് ചോദിച്ച പോലെ ചോദിക്കും, ഞാൻ പാപി, ഞാൻ ദുർബലൻ, ഞാൻ രോഗി, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊന്നും അങ്ങനെ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും ചോദിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കരുത്. ആ കണ്ണ് കാണാത്ത കുരുടന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അവർ പറഞ്ഞു, കർത്താവ് ഇത് ചെയ്തു കൊടുത്തു. ഇന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇന്ന് മാത്രമല്ല, അതികഠിനമായ ഞെരുക്കം വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളുടെ അതാണ് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3:57. ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് ഓടി വന്നു, കർത്താവ് വേഗം വന്നു, അരികിൽ വന്നു. എന്നിട്ട് പറയുകയാണ്, ഭയപ്പെടണ്ട, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടണ്ട എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. സോളമൻ അപ്പോൾ ദൈവത്തോട് വേഗം പറഞ്ഞു. സോളമൻ പറഞ്ഞെങ്ങനെയാണ്, എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. നോക്കിയ അവൻ്റെ സോളമൻ രാജാവിൻ്റെ ദാഹം കണ്ടോ? ജ്ഞാനം വേണം, വിവേകം വേണം, ദൈവകൃപ വേണം. അവൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. ഉടനെ കർത്താവിന് വലിയ സന്തോഷമായി. 12-ാമത്തെ വാക്യം, 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവ് മറുപടി പറയുകയാണ്. കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു, കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. ദൈവത്തിന് സന്തോഷമാണ്, ദൈവത്തിന് മനസ്സ് തുറവിയാണ്. ഓരോ ആവശ്യത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സന്തോഷമാണ്. നമ്മുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുക, നമ്മളെ അനുഗ്രഹിക്കുക, നമ്മളെ ദൈവീക നന്മകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ സന്തോഷമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നീ ആവശ്യപ്പെട്ട ജ്ഞാനം വിവേകം എല്ലാം നിനക്ക് തരുന്നു, കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര സമ്പത്തും ധനവും പേരും പ്രശസ്തിയും നിനക്ക് ഞാൻ തരുന്നു. കർത്താവ് പറയുകയാണ്. ആ കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കർത്താവ് ഇന്ന് എന്നെ നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഹൃദയത്തിൽ തുറവിയുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഈ കണ്ണുനീരിലും ഞെരുക്കത്തിലും കർത്താവ് നമ്മളെ സഹായിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇന്ന് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി, യുവതീവാക്കന്മാർക്ക് വേണ്ടി, വിവാഹം നടക്കാത്ത മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഒരു ജോലിയുടെ മേഖലയിൽ തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി, അതുപോലെ തന്നെ അനേക രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ ആരാധനയുടെ സമയത്ത് അനേക വിധത്തിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഓരോ പ്രയാസങ്ങളും കണ്ണുനീരും വേദനയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുക. ഈ ആൾത്താരയിലേക്ക് സമർപ്പിക്കുക. അച്ഛൻ പ്രത്യേകമായി കുറവലങ്ങാടുള്ള ശുശ്രൂഷ കേന്ദ്രത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക തലമുറകൾ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഈശോയുടെ നാമത്തിൽ വിടുതലിൻ്റെ ആഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി, ദൈവപിതാവിൻ്റെ അത്ഭുത ശക്തി
കല്ലറ പിളർക്കുന്ന അത്ഭുത ശക്തി, ഭൂതങ്ങളെ ഓടിക്കുന്ന അത്ഭുത ശക്തി, ജീവൻ നൽകുന്ന അത്ഭുത ശക്തി കുടുംബങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്, വ്യാപരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിരാശയിരിക്കുന്നവര്, ഡിപ്രഷൻ ഇരിക്കുന്നവര്, പഠിക്കുമ്പോൾ ഒട്ടും ശ്രദ്ധ കിട്ടാത്തവര്, എത്ര പഠിച്ചാലും മാർക്ക് കിട്ടാത്തവര്, ചില വിഷയങ്ങൾ ഒട്ടും പഠിക്കാൻ തോന്നാത്തവര്, അലസത ബന്ധനത്തിൽ ഇരിക്കുന്നവര്, പലതരത്തിലുള്ള പ്രാർത്ഥനാ തടസ്സങ്ങളുള്ളവര്, മരവിപ്പ് മന്ദതയിൽ ബാധിച്ചു കിടക്കുന്നവര്, ദുഷ്ടപിശാചിന്റെ അടിമത്തത്തിൽ ബന്ധനത്തിലായിരിക്കുന്നവര്, തഴക്കദോഷങ്ങൾക്ക് ദുശീലങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നവര്, കല്ലറയിൽ എന്നതുപോലെ അടയ്ക്കപ്പെട്ടിരിക്കുന്നവര്, ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ ഒരു വഴിയില്ലാത്തവര്, ആത്മഹത്യ ചിന്ത പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്, മരണചിന്തയാൽ ഭയത്തിലിരിക്കുന്നവര്, രാത്രി ഉറക്കം കിട്ടാത്തവര്, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായവര്, എല്ലാ വിധത്തിലും വഴി അടഞ്ഞു കിടക്കുന്നവര്, കർത്താവിന് ശക്തി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുത ശക്തി നൽകി കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നവനാണ്. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ അത്ഭുത ശക്തി, കർത്താവേ അവിടുത്തെ ശക്തിയാൽ അനേകം നാളുകളായുള്ള കഠിന ബന്ധനങ്ങൾ തകരട്ടെ, തിന്മയുടെ ആവാസങ്ങൾ വിട്ടുപോകട്ടെ, നിരാശ വിട്ടുപോകട്ടെ, പരാജയ ഭീതി വിട്ടുപോകട്ടെ, കുറ്റബോധം ഭയവും നീങ്ങിപ്പോകട്ടെ, രോഗത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. കൈകൾ ഉയർത്തി ഈ സമയം ഈശോയുടെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുക. ഈശോയെ, എത്ര ഉച്ചത്തിൽ ഈശോയെ വിളിക്കാമോ അത്രയും ഉച്ചത്തിൽ ഒരുമിച്ച് വിളിക്കുന്നു.